ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി യൂട്യൂബ് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇത്തരത്തിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർ അവർ യൂട്യൂബിലുള്ള ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഈ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും അറിവുണ്ടാകില്ല. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ യൂട്യൂബിലുള്ള ഒരു അടിപൊളി ട്രിക്കിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ ഒരു വീഡിയോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ഒരു ഭാഗം മാത്രമായി നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിക്കണമെന്നെല്ലാം കരുതുക. ഇപ്പോൾ നിങ്ങൾ വലുതായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ആ ഒരു പോർഷൻ മാത്രമായി സെലക്ട് ചെയ്യുക എന്ന് നോക്കാം. ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. സാധാരണ നമുക്ക് ഇത്തരത്തിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് താഴെയായി ലൈക്ക്, ഷെയർ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടാകും. ഇത് നമ്മൾ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ ക്ലിപ്പ് എന്നതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു വീഡിയോ എല്ലാം പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണ് ഇതിൽ നിന്നും ഷെയർ ചെയ്യേണ്ടത്, അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായി സെലക്ട് ചെയ്ത് എത്ര സെക്കൻഡെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അതുവരെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്കിൽ 30 സെക്കൻഡ് മുതൽ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരമെല്ലാം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു പോർഷൻ മാത്രമല്ല സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിന് ഒരു ടൈറ്റിലെല്ലാം കൊടുക്കണം. അതായത് നമുക്ക് ഈ ഒരു ക്ലിപ്പിന് ഇതിനൊരു ടൈറ്റിലെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ടെസ്റ്റിംഗ് എന്നാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ടെസ്റ്റിംഗ് എന്നല്ല, നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു നെയിം എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ താഴെ ഷെയർ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഷെയർ ക്ലിപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഇത് മാത്രമായി ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമെയിലിൽ ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏതെല്ലാമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതുവഴി നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വാട്സപ്പിലാണെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സെൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമായി അവർക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നവർക്ക് അവർക്ക് ആ ഒരു ഭാഗം മാത്രമായി കാണാമെങ്കിലും അതുപോലെ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ കാണണമെങ്കിലും അതിനുള്ള ഓപ്ഷനും താഴെ തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. അതായത് അവർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ പോർഷൻ കണ്ടതിന് ശേഷം അവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായി കാണണമെന്നെല്ലാം തോന്നുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നതാണ്. അവർക്ക് ആ ഫുൾ വീഡിയോ ലിങ്ക് എല്ലാം തന്നെ ഇതിന് താഴെയായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇവിടെ വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയെല്ലാമാണ് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം സെറ്റിങ്സ് എന്നതിൽ പോയി പ്ലേ ബാക്ക് സ്പീഡ് എന്നത് ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂട്ടി വയ്ക്കുകയെല്ലാമാണ്. ഇപ്പോൾ 1.75 അല്ലെങ്കിൽ 2x വയ്ക്കുകയാണെങ്കിൽ ഇത് കാണാം ഇപ്പോൾ ഈ വീഡിയോ ഇത് വളരെ സ്പീഡെല്ലാം കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്യുക വഴി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വേണ്ട ഭാഗമെല്ലാം ചിലപ്പോൾ മിസ്സാകാറെല്ലാം ഉണ്ട്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായി ഫാസ്റ്റ് ഫോർവേഡ് എല്ലാം ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം. അപ്പോൾ ഇതിനായി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ വീഡിയോയ്ക്ക് മുകളിലായി ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാം 2x സ്പീഡിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വോളിയം എല്ലാം അപ്പ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രമായി നിങ്ങൾക്ക് ആ വോളിയം തന്നെ അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമൽ മോഡിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു
ഈ ഒരു ഫിംഗർ ഈ സ്ക്രീനിൽ നിന്നും എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നോർമൽ സ്പീഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാറില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു വീഡിയോ 2x സ്പീഡിലേക്ക് മാറും. അതിനുശേഷം നമ്മൾ ഈ ഫിംഗർ അതിൽ നിന്നും എടുക്കുമ്പോൾ, അതായത് സ്ക്രീനിൽ നിന്നും എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് നോർമൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഒട്ടുമിക്ക പേരും ഇത് ട്രൈ ചെയ്ത് നോക്കാറില്ല. വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി യൂട്യൂബ് വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഫുൾ സ്ക്രീനിലേക്കെല്ലാം മാറ്റണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്ക്വയറിൽ ടാപ്പ് ചെയ്യുകയെല്ലാമാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഫുൾ സ്ക്രീനിലേക്ക് മാറാറുണ്ട്. എന്നാൽ നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ ഈസിയായി നിങ്ങൾക്ക് ഇത് ഫുൾ സ്ക്രീനിലേക്കെല്ലാം മാറ്റാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ഇങ്ങനെ വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫുൾ സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു നോർമൽ സ്ക്രീനിലേക്ക് തന്നെ മാറ്റാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ടാപ്പ് ചെയ്ത് ഇത് വലുതാക്കാനും ചെറുതാക്കാനെല്ലാം സാധിക്കും. ഇതെല്ലാം തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമെല്ലാം ലാഭിക്കുന്നതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സർവീസുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എല്ലാമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്